ഇന്ന് ഈ പ്രതിപക്ഷ അംഗങ്ങൾ ഈ നിയമസഭയിൽ ബഹളം വെക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു. ആ ബഡ്ജറ്റിനെ പറ്റിയും സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ബഡ്ജറ്റിനെ പറ്റിയും ഇവിടെ ഇന്ന് നല്ല ചർച്ച നടക്കുമെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് സാർ ആ ചർച്ച എങ്ങനെയെങ്കിലും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഇവരെ ഇന്ന് ഈ സഭ അലങ്കോലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. സാർ, ഇവിടെ ഞാൻ ഉന്നയിക്കുന്ന വിഷയം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വളരെ സങ്കീർണവും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു വിഷയമാണ് സാർ. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി പ്രസിദ്ധീകരിക്കണമെന്നാണ് സാർ ഞാൻ ഈ സബ്മിഷനിലൂടെ ഈ സഭയിൽ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിന് പരിഹാരം കണ്ടെത്തുന്നതിനുമായി 2020 നവംബർ മാസത്തിൽ സർക്കാർ റിട്ടയർഡ് ജസ്റ്റിസ് JB കോശി അധ്യക്ഷനായി ഒരു കമ്മീഷൻ നിയമിക്കുകയുണ്ടായി. സാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് സാർ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അതിന് പരിഹാരം ഉണ്ടാക്കുവാനും 2020 ജസ്റ്റിസ് JB കോശി കമ്മീഷനെ നിയമിച്ചത്. അതിന് മുമ്പിരുന്ന ഒരു സർക്കാരുകളും തയ്യാറായില്ല. ഞാൻ സർക്കാരിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് സാർ. അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങൾ പഠിക്കുവാനും അത് സഭയിൽ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുവാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണിച്ച ആ ധീരമായ നടപടിയെ ഞാൻ അഭിനന്ദിക്കുന്നു സാർ. അതോടൊപ്പം തന്നെ 2021 ഫെബ്രുവരി മാസത്തിൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. ആ ഉത്തരവ് പ്രകാരം കമ്മീഷൻ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസവും സാമ്പത്തികത്തിലെ പിന്നോക്കാവസ്ഥയും ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമം എന്നിവ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പഠിച്ച് അവയ്ക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള സമഗ്രമായ റിപ്പോർട്ട് 2023 മെയ് മാസത്തിൽ തന്നെ സർക്കാരിന് സമർപ്പിച്ചു സാർ. ആ റിപ്പോർട്ട് ഇപ്പം ഇത്രയും നാളായിട്ട് പ്രസിദ്ധീകരിച്ചില്ല. അപ്പം അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇപ്പം സംസ്ഥാന സർക്കാർ അതിൽ ഉന്നയിച്ച പല ആവശ്യങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും അത് നടപ്പാക്കാൻ വേണ്ടി ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ വെച്ചു, സെക്രട്ടറി തലത്തിൽ കമ്മിറ്റിയെ വെച്ചു, സെക്രട്ടറി തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈ വിവരാവകാശ രേഖ എന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ് സാർ ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായും ന്യൂനപക്ഷങ്ങളുടെ ഈ അവകാശങ്ങൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഈ ഇപ്പം JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന അതിൻ്റെ റിപ്പോർട്ടുകൾ അടിയന്തരമായി ഈ അവിടെ പ്രസിദ്ധീകരിക്കണം സാർ. ഈ കാര്യങ്ങൾ കേൾക്കുവാൻ പ്രതിപക്ഷ അംഗങ്ങൾക്ക് താല്പര്യമില്ലേ? അരമനതോറും നിങ്ങൾ കയറി ഇറങ്ങുന്നുണ്ടല്ലോ, അരമനതോറും നിങ്ങൾ പിതാക്കന്മാരെ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ പിതാക്കന്മാരെ കണ്ട് JB കോശി റിപ്പോർട്ട് ഞങ്ങൾ ഇടതുപക്ഷം വെച്ച ജസ്റ്റിസ് കമ്മീഷനാണ്. ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അരമനയിലെല്ലാം പോയി നിങ്ങൾ ഓരോന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ ആ കാര്യം സഭയിൽ ചർച്ച ചെയ്യാൻ വരുമ്പോൾ അതിനോട് നിങ്ങൾ സഹകരിക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ സ്നേഹം ഈ സഭയോടും ക്രിസ്ത്യൻ മാനേജ്മെന്റിനോടും ന്യൂനപക്ഷത്തോടും ഒന്നുമല്ല, നിങ്ങൾക്ക് പക്കാ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി സർക്കാർ തയ്യാറാകണം. അത് ശക്തമായ ഭാഷ ഞാൻ ആവശ്യപ്പെടുകയാണ് സാർ. ബഹുമാനപ്പെട്ട ന്യൂനപക്ഷം ഹജ്ജ് കായിക വകുപ്പ് മന്ത്രി, ഇത് വലിയ റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ സർ, കേരള നിയമസഭയുടെ നടപടിക്രമം പ്രകാരം ജോബ് മൈക്കിൾ MLA ഉന്നയിച്ച ഈ സബ്മിഷൻ ഏറെ പ്രധാനപ്പെട്ടാണ് സർ. കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഒരു കമ്മീഷനെ വെക്കുകയും ആ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയും അത് നടപ്പിലാക്കുകയും കൂടി ചെയ്തിരിക്കുന്നു സർ. സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ, സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി 5/11/2020 സർക്കാർ ഉത്തരവ് 214/20 ആഭ്യന്തരം നമ്പർ ഉത്തരവ് പ്രകാരം റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അഡ്വക്കേറ്റ് B. കോശി അധ്യക്ഷനായും ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസ് IAS റിട്ടയർഡ് എന്നിവർ അംഗങ്ങളായും ഒരു കമ്മീഷനെ നിയമിച്ചു സർ. ജസ്റ്റിസ് റിട്ടയർഡ് JB കോശി കമ്മീഷൻ
പഠനം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച പഠന റിപ്പോർട്ടിൽ 284 പ്രധാന ശുപാർശകളും 45 ഉപശുപാർശകളുമാണ് ഉള്ളത്. ഈ പഠന റിപ്പോർട്ടിൽ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി G2 110/2023 ഹോം നമ്പർ ഫയൽ ഉത്തരവ് പ്രകാരം ആഭ്യന്തര വകുപ്പിൽ നിന്നും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലേക്ക് കൈമാറുകയും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി, പൊതുഭരണ വകുപ്പ് സെക്രട്ടറി എന്നിവർ അംഗങ്ങളായും ഒരു കമ്മിറ്റി രൂപീകരിച്ചു. 2/3/24 സർക്കാർ ഉത്തരവ് 993/2004 പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിപ്പോർട്ടിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ ശുപാർശകൾ ത്വരിതഗതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അധ്യക്ഷതയിൽ 17/2/2025 6/1/2026 വകുപ്പുകളുടെ അവലോകന യോഗങ്ങൾ നടത്തുകയുണ്ടായി. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറിമാരുടെ യോഗം 9/1/2024, 29/5/2025 എന്നീ തീയതികളിലും ചീഫ് സെക്രട്ടറി തലത്തിൽ വകുപ്പ് സെക്രട്ടറിയുമായി 4/3/2024, 17/4/2024, 27/6/2024, 27/12/2025, 11/11/2025 എന്നീ ദിവസങ്ങളിലായി 5 തവണ ചേരുകയും ശുപാർശകളിന്മേൽ നടപടിയെടുക്കേണ്ട വകുപ്പുകളോട് അടിയന്തര റിപ്പോർട്ട് ലഭ്യമാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. കൂടാതെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി തലത്തിലും യോഗം ചേർന്ന് നടപടികൾ അവലോകനം നടത്തുകയുണ്ടായി. റിപ്പോർട്ടിലെ ശുപാർശകളിൽ 36 വകുപ്പുകൾ മുഖേന നടപ്പിലാക്കേണ്ടവയാണ്. 17 വകുപ്പുകൾ ലഭ്യമായ ശുപാർശകൾ പൂർണ്ണമായും നടപ്പിലാക്കുകയും 19 വകുപ്പുകൾ അതാത് വകുപ്പുകളോട് ബന്ധപ്പെട്ട ശുപാർശകൾ ഭാഗികമായി നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട്. സർ, നിലവിൽ പ്രാബല്യത്തിലുള്ള കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ, ചട്ടങ്ങൾ, കോടതി ഉത്തരവുകൾ എന്നിവയിൽ മാറ്റം വരുത്തിയാലേ മറ്റു വകുപ്പുകളുടെ ശുപാർശകൾ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. ഇത്തരത്തിലൊരു സമ്മതപത്രം ലഭ്യമാക്കിയാൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന പക്ഷം അത് പരിഹരിക്കുന്നത് ഫണ്ട് വകയിരുത്തുകയോ ചെയ്യേണ്ടതായ ശുപാർശകൾക്ക് മാത്രമാണ്. അത്തരത്തിലുള്ള ഫണ്ട് വെക്കേണ്ട ശുപാർശകൾ മാത്രമാണ് നടപ്പിലാക്കാൻ ബാക്കി നിൽക്കുന്നത്. റിപ്പോർട്ടിലെ ശുപാർശകൾ അടിയന്തരമായി നടപ്പിലാക്കുന്നതിന് 6/1/2024 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വകുപ്പ് സെക്രട്ടറിമാർക്ക് പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂനപക്ഷ വകുപ്പ് നടപ്പിലാക്കുന്ന ശുപാർശകളുടെ 40 എണ്ണമാണ് സർ. ന്യൂനപക്ഷ വകുപ്പ് നടപ്പിലാക്കുന്ന 40 എണ്ണത്തിൽ 33 ശുപാർശകളും ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. മറ്റു വകുപ്പിൽ നടപ്പിലാക്കിയ ശുപാർശകളുടെ വിശദാംശങ്ങൾ താഴെ പറയുന്നു സർ. റവന്യൂ 47/14, പിന്നോക്ക വിഭാഗം 26/1, PNARD 15/3, വാട്ടർ റിസോഴ്സ് 18/7, ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് 42/12, GA സർവീസ് 11/5, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് 64/50, ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ 35/4, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് 25/14, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് 18/6, എൻവയോൺമെന്റ് 6/3, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് 13/4, സോഷ്യൽ ജസ്റ്റിസ് 11/2, സയൻസ് ആൻഡ് ടെക്നോളജി 2, ടൂറിസം ഡിപ്പാർട്ട്മെന്റ് 5/2, ഹയർ എഡ്യൂക്കേഷൻ 50/25, സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് 1, കൾച്ചറൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് 6/1, ലോ ഡിപ്പാർട്ട്മെന്റ് 2/1. യെസ്, കഴിഞ്ഞു. പവർ ഡിപ്പാർട്ട്മെന്റ് 2, ടാക്സസ് 1, PWD 2/2, ആനുവൽ എക്സ്പെൻഡിച്ചർ 2/2, പോർട്സ് 1/1, ഫൈനാൻസ് 11. സർ,
220 ശുപാർശകൾ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് സർ. നിയമത്തിൽ വരേണ്ട ചില മാറ്റങ്ങൾ ബാക്കിയുള്ളത് കൂടി നടപ്പിലാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ശ്രമിക്കും എന്ന് മാത്രം പറഞ്ഞു. ഓർഡർ